நான் யானை இல்லை, குதிரை டக்குன்னு எந்திரிப்பேன். நான் எந்திரிச்சேன், ஆனா ஓட வச்சது நீங்க. பார்த்தாங்க, என்னடா இந்த குதிரை ஓடிட்டே இருக்கு 10 வருஷம் பார்த்தாங்க, 20 வருஷம் பார்த்தாங்க, 30 வருஷம் பார்த்தாங்க, 40 வருஷம் ஓடிட்டே இருக்கு. எனக்கு வந்த எதிர்ப்பு, வெறுப்பு, அதிலிருந்து வந்த அந்த நெருப்பு, அந்த நெருப்பிலிருந்து உழந்த ചെടി இந்த മണികണ്ഠൻ. ചരിത്രം ചിലരെ ഓർമ്മിച്ചു വെക്കും. എന്നാൽ ചിലർ ചരിത്രം തിരുത്തി എഴുതാൻ വേണ്ടി മാത്രം ജനിക്കും. കയ്യിലൊന്നുമില്ലാതെ ആരംഭിച്ചൊരു യാത്രയെ കണ്ടു കാലം പോലും ഒരിക്കൽ ചിരിച്ചിട്ടുണ്ടാകും. പക്ഷെ ഇന്ന് അതേ കാലം പോലും അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ്. 1976 മാർച്ച് 10 ഡൽഹിയിൽ ജനിച്ച് പിന്നീട് ഹൈദരാബാദിൽ വളർന്നൊരു സ്വപ്നം. കന്യാകുമാരിയുടെയും പാലക്കാടിൻ്റെയും വേരുകളുള്ള ഒഴിഞ്ഞ കൈകളുമായി ജീവിതം ആരംഭിച്ച ഒരു സാധാരണ മനുഷ്യൻ. എന്നാൽ ആ കണ്ണുകളിൽ തോൽക്കാൻ തയ്യാറല്ലാത്തൊരു പോരാളിയുടെ തീപ്പൊരി ഉണ്ടായിരുന്നു. അറിവിനോടുള്ള അടങ്ങാത്ത അഭിനിവേശവും ജീവിതത്തിൻ്റെ ഓരോ പടിയിലും ഉറച്ച ചുവടുകളുമായി മുന്നേറാനുള്ള ദൃഢനിശ്ചയവും അദ്ദേഹത്തെ മുന്നോട്ട് നയിച്ചു. ഒരു സാധാരണ സെയിൽസ് എക്സിക്യൂട്ടീവായി തുടങ്ങിയ യാത്ര ചെറിയ ചുവടുകളിലൂടെ വലിയ സ്വപ്നങ്ങളിലേക്കായിരുന്നു. ആ സ്വപ്നങ്ങൾ പിന്നീട് അദ്ദേഹത്തെ ആഗോള സാമ്പത്തിക ലോകത്തിൻ്റെ വേദിയിലേക്ക് എത്തിച്ചു. പുതിയ പഠനങ്ങളും പുതിയ അനുഭവങ്ങളും അദ്ദേഹത്തിൻ്റെ വഴിയിൽ ചേർന്നു. നോൺ ബാങ്കിംഗ് ഫിനാൻസ് മേഖലയെ ഞെട്ടിച്ച സുവർണ നേട്ടങ്ങൾ വിജയത്തിൻ്റെ പുതിയ അധ്യായങ്ങൾ തുറന്നു. തകർച്ചകളെ മറികടന്ന് വീണ്ടും ഉയരുന്ന മഹാവീരനെ പോലെ അദ്ദേഹം വീണ്ടും വീണ്ടും ഉയർന്ന് സാമ്പത്തിക ലോകത്തിൻ്റെ നെറുകയിലേക്കെത്തി. എന്നാൽ ആ യാത്രയുടെ ലക്ഷ്യം ഒരു വലിയ ബിസിനസ് സാമ്രാജ്യം മാത്രം സൃഷ്ടിക്കുന്നതല്ലായിരുന്നു. അത് മനുഷ്യരുടെ വിശ്വാസം ചേർത്ത് പിടിക്കുന്ന ഒരു വലിയ കുടുംബം സൃഷ്ടിക്കുകയായിരുന്നു. അതിൻ്റെ തെളിവായി 2022 ജൂൺ 30 ഒരു പുതിയ ചരിത്രത്തിൻ്റെ തുടക്കമായി ജനിച്ചു മണിരത്ന ഗ്രൂപ്പ്. ഒരു കമ്പനി മാത്രമല്ല, കൈകോർത്ത് മുന്നോട്ടു പോകുന്ന വിശ്വാസത്തിൻ്റെ വലിയ കുടുംബം. പദവികളുടെ സിംഹാസനത്തിലല്ല, ഈ കുടുംബത്തിലെ ഓരോരുത്തരുടെയും ഹൃദയത്തിലാണ് അദ്ദേഹം തൻ്റെ സ്ഥാനം കണ്ടെത്തിയത്. ലാഭം മാത്രം കണക്കാക്കുന്ന ബിസിനസ് ലോകത്ത് അദ്ദേഹം കണ്ടത് കൂടെ നിൽക്കുന്നവരുടെ കണ്ണിലെ വിശ്വാസത്തിൻ്റെ പ്രകാശമാണ്. ക്യാബിനുകളുടെ ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങാത്ത ഒരു അധിപൻ, ഓരോ ജീവനക്കാരൻ്റെയും മനസ്സിലേക്ക് കൈനീട്ടുന്ന വലിയ ഹൃദയം. മുതലാളിയായിട്ടല്ല, ഞങ്ങളെ വഴി നടത്തുന്നൊരു വല്യേട്ടനെ പോലെ, ഒരു കാരണവരെ പോലെ, ഒരു കുടുംബാംഗത്തെ പോലെ അദ്ദേഹം ഞങ്ങളെ നെഞ്ചോട് ചേർത്തു. അദ്ദേഹത്തിൻ്റെ മുന്നേറ്റത്തിന് കരുത്തും പ്രചോദനവും നൽകുന്നത് പുത്രിയ പത്നി ധന്യമാം, മകൻ സിദ്ധാർത്ഥ്, സ്നേഹമുള്ള അമ്മയും സഹോദരിയും ചേർന്ന സ്നേഹത്തിൻ്റെ കുടുംബമാണ്. ആ സുവർണയാത്ര ചരിത്രത്തിൽ പതിയുന്നൊരു മഹത്തായ നാഴികക്കല്ലിലേക്ക് എത്തി നിൽക്കുകയാണ്. അരനൂറ്റാണ്ടിൻ്റെ അനുഭവം പകരുന്ന ജ്ഞാനവും കരുത്തും കരുതലുമായി അനേകായിരം സ്വപ്നങ്ങൾക്ക് ചിറകായി, അനവധി ജീവിതങ്ങൾക്ക് പ്രതീക്ഷയുടെ വെളിച്ചമായി അദ്ദേഹം മുന്നോട്ടു പോകുന്നു. ചിലർ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കുന്നത് അധികാരത്തിൻ്റെ സിംഹാസനങ്ങൾക്കായല്ല, കൂടെ നിൽക്കുന്നവർക്ക് ജീവിതം മുഴുവൻ തണലാകാൻ വേണ്ടിയാണ്. ഞങ്ങൾക്ക് അങ്ങൊരു വഴികാട്ടി മാത്രമല്ല, പ്രതിസന്ധികളിൽ മുന്നിൽ നിന്ന് പോരാടുന്ന ധൈര്യവും വീഴാൻ പോകുന്ന ഓരോരുത്തരെയും ചേർത്ത് പിടിച്ചുയർത്തുന്ന വിശ്വാസവുമാണ്. അനവധി സ്വപ്നങ്ങൾക്ക് ചിറകേകിയും അനവധി ജീവിതങ്ങൾക്ക് പ്രതീക്ഷയുടെ വെളിച്ചമായി മാറിയും മുന്നേറിയ ആ സുവർണയാത്ര ഇന്ന് സുവർണ 50ാം ജന്മദിനത്തിൻ്റെ മഹത്തായ നാഴികക്കല്ലിൽ അഭിമാനത്തോടെ എത്തി നിൽക്കുകയാണ്. ഈ മണിരത്ന കുടുംബത്തിൻ്റെ കരുത്തും ആശ്രയവുമായ ഞങ്ങളുടെ പ്രിയപ്പെട്ട വല്യേട്ടന് ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടും അതിയായ ആദരവോടും കൂടി ഗോൾഡൻ 50 പിറന്നാൾ ആശംസകൾ. अपना कहा तू है जहां मैं हूँ वहां अब तो तेरे बिन जीना है सजा मिल जाए इस तरह दो लहरें जिस तरह फिर हो ना जुदा हाँ ये बात रहा